ലോക്ക് ചെയ്തിട്ട് ആ മരം വെക്കുന്നതായി നിങ്ങൾ കാണുന്നത്. അതാകുമ്പം കണ്ടോ, മരം നിലത്ത് വീണ ചെടിക്കൊന്നും പറ്റിയില്ല, കയറേലോ കറക്റ്റ് ലോക്കായിട്ടിരിക്കും. ഹായ് ഗൈസ്, കടപാത്രീസ് ഹിയർ. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ കൊപ്പടീനെ കുറിച്ചാണ്. കുറേ നിങ്ങൾ ശ്രദ്ധിച്ചറിയായിരിക്കും, ഇതേ കൊപ്പടിക്കാൻ കയറിക്കൊണ്ടിരിക്കുക. അവിടെയുണ്ട് ഒരാൾ. ഈ കൊപ്പടി മെയിൻലി ഫോട്ടോസിന്തസിസ്, അതായത് സൂര്യപ്രകാശമാണല്ലോ എനർജി. സൂര്യപ്രകാശം ചെടിയിലേക്ക് എത്തിയാൽ ശരം ചിമ്പ് അടിക്കത്തുള്ളൂ, എന്നാലേ കൂടുതലും പ്രൊഡക്ഷൻ കിട്ടത്തുള്ളൂ. ഇതാണ് യൂസ് ചെയ്യത്തുള്ളൂ. ഇതിൽ നിന്നാണ് ഈ ശരം അടിച്ചു വരുന്നത്. ഈ ശരത്തിൽ നിന്നാണ് ഏലക്ക ഉണ്ടാകുന്നത്. ഈ ചിമ്പ് വലുതായിട്ട് തട്ടയാവും. ചിമ്പും ശരങ്ങളും കൂടുതൽ അടിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഘടകമാണ് സൂര്യപ്രകാശം. ആ സൂര്യപ്രകാശം ചെടിയുടെ അടിയിലേക്ക് ഇവിടെ എത്തണമെങ്കിൽ കൊപ്പ് അടിച്ചിരിക്കണം. അതാണ് മെയിൻ പർപ്പസ് കൊപ്പടിക്കുന്നതിൻ്റെ. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു റിസ്കിനെയും നമ്മുടെ കോൺസെപ്റ്റിനെ കുറിച്ച്. ഏലപ്പണിയിലെ ഏറ്റവും റിസ്ക് ഉള്ള ഒരു പണിയാണ് ഈ കൊപ്പടി. വിചാരിക്കുന്നതല്ല, മേളിൽ കയറുന്ന സമയത്ത് കാറ്റടിക്കുമ്പോഴും ചെരിഞ്ഞ കൊമ്പിലൊക്കെ കയറുമ്പോൾ ഉള്ള ഒരു ഭീകരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കാണുന്നവർക്കോ വീഡിയോ കാണുന്നവർക്കോ മനസ്സിലാകുകയില്ല. അത് കയറുന്നവർക്ക് അറിയത്തുള്ളത്. ചില്ലറ ഒന്ന് ഓർത്ത് നോക്കി, അതിൽ നിന്ന് നിലത്തേക്ക് വീണാലോ ഒന്ന് തെന്നിപ്പോയാലോ വരുന്ന ആ ഒരു ഭവിഷ്യത്ത് എന്തേരം ആണെന്നൊന്ന് ഓർത്ത് നോക്കി. എത്ര പേരാ സഫർ ചെയ്ത് ഉദ്ദേശിക്കുന്നത്. ചിലർ മുട്ടയായിട്ടടിക്കും, ചിലർ ഷെയ്ഡ് നോക്കി അടിക്കും. ഇഷ്ടമുള്ളതും വെള്ള സൗകര്യം കൂടുതലുള്ളവർക്കൊക്കെ മുട്ടയടിക്കുന്നതാണ് നല്ലത്. അത്രയും വെളിച്ചം ഏലത്തിലെത്തുകയും ചെയ്യും, ഉണക്ക് വരാതെ വെള്ളം കൊടുക്കാനും പറ്റും. പക്ഷേ ഈ തോട്ടങ്ങളുണ്ട് വെള്ള സൗകര്യം കുറവുള്ളത്, അവിടെ കൊപ്പടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്ന രീതിയിൽ അടിക്കണം. എന്ന് വെച്ചാൽ ഏത് സമയത്തെ വെയിലാണ് അടിക്കുന്നത് എന്ന് നോക്കി അതിനനുസരിച്ച് ഷെയ്ഡ് വരുന്ന രീതിയിൽ നോക്കി കൊപ്പടിക്കണം.